നമസ്കാരം. A1 ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഴയിൽ അമ്മയെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി പോലീസ് കസ്റ്റഡിയിൽ. ചെറുപുഴ ഭൂതാനത്താണ് കേസിനാസ്പദമായ സംഭവം. മദ്യലഹരിയിൽ കോട്ടയിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്ന അമ്മ നാരായണിയെ കഴുത്തു ഞെരിച്ച് വധിക്കാൻ ശ്രമിച്ചു. കുറെ വർഷങ്ങളായി അമ്മ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സയിലായിരുന്നു. പുതിയ വീടുപണിയുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ഷെഡിൽ ഭാര്യയും കുട്ടികളും ഒന്നിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഭാര്യയും കുട്ടികളും അടുത്തുള്ള സ്വന്തം വീട്ടിലാണ് അന്തിയുറങ്ങിയിരുന്നത്. പുലർച്ചെ വീട്ടിലെത്തിയപ്പോൾ ചലനമറ്റ് കിടക്കുന്ന അമ്മയെ കണ്ട് മരിച്ചു എന്ന് കരുതി അയൽവാസികളെ വിവരം അറിയിക്കുകയും അയൽവാസികൾ വന്നപ്പോൾ നേരിയ ചലനം കണ്ട ഉടൻ തന്നെ നാരായണിയെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. അമിത മദ്യപാനവും രോഗിയായ അമ്മയെ ശുശ്രൂഷിക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് ഈ കൃത്യത്തിന് തയ്യാറായത് എന്ന് സതീഷ് പോലീസിനോട് പറഞ്ഞു. ഇപ്പോൾ ആരോഗ്യനില തരണം ചെയ്തു എന്ന് ബന്ധുക്കൾ അറിയിച്ചു. പോലീസ് സ്റ്റേഷൻ SHO ദിനേഷ് കുമാറും സംഘവും സംഭവസ്ഥലം സന്ദർശിക്കുകയും സതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൂടാതെ DYSPയും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലം സന്ദർശിച്ചു. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.